പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബി.ജെ.പിക്ക് ജാർഖണ്ഡ് നൽകിയത് പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള തോൽവിയായിരുന്നു. സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിക്ക് കയ്യിലുള്ളതും പോയതാണ് നിലവിലെ അവസ്ഥ. വിഭാഗീയത വഴി വോട്ട് നേടാനായി പാർട്ടി പ്രയോഗിച്ച ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ പ്രയോഗം എൻ.ഡി.എയുടെ തോൽവിയിൽ കുറച്ചൊന്നുമല്ല പങ്കുവഹിച്ചത്. ഇത് വ്യക്തമാക്കുന്നതാണ് ഗോത്രമണ്ഡലങ്ങളിൽ മുന്നണിക്കുണ്ടായ തോൽവിയും. 28 ഗോത്ര സംവരണ മണ്ഡലങ്ങളിൽ 27 എണ്ണവും എൻ.ഡി.എക്ക് നഷ്ടമായി. ഗോത്ര വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സന്താൽ പർഗാന മേഖലയിൽ 18-ൽ 17 സീറ്റുകളും ജെ.എം.എം കോൺഗ്രസ് സഖ്യം തൂത്തുവാരി. ജർമുണ്ടി മണ്ഡലത്തിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. സെപ്റ്റംബർ 12-ന് ജംതാരയിലെ യാഗ ഗ്രൗണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം കാരണം സന്താൽ പർഗാനയിലെ ആദിവാസികളുടെ എണ്ണം കുറയുന്നെന്നും അവരുടെ ഭൂമി കൊള്ളയടിക്കപ്പെടുന്നെന്നുമുള്ള വിഭാഗീയ പരാമർശം ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ബാബുലാൽ മറണ്ടി നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം സന്താൽ പർഗാന, കോൽഹാൻ, സൗത്ത് ചോട്ടാ നാഗ്പൂർ, പലാമു മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 28 സീറ്റുകളിൽ 25-ലും മത്സരിച്ചത് ബി.ജെ.പി നേരിട്ടായിരുന്നു. ജെ.എം.എമ്മിൽ നിന്നിറങ്ങി ബി.ജെ.പിയിൽ ചേർന്ന ചമ്പൈ സോറിന് സെറൈക്കല്ലയിൽ നേടാനായ വിജയം മാത്രമാണ് പ്രദേശത്തെ എൻ.ഡി.എയുടെ ഏക ആശ്വാസം. എന്നാൽ ടോർപ്പ, മുന്തി സീറ്റുകൾ മുന്നണിക്ക് നഷ്ടമായി. എസ്.ടി സീറ്റുകളിൽ എൻ.ഡി.എയുടെ എണ്ണം 2019-ൽ നിന്നും 3-1 കുറഞ്ഞു. സന്താൽ പർഗാന മേഖലയിലെ പല സീറ്റുകളും പശ്ചിമ ബംഗാൾ അതിർത്തിയിലാണ്. മേഖലയിലെ 52% വോട്ട് നേടിയത് ഇന്ത്യ മുന്നണിയും. 2019-ലെ കണക്കുകൾ അനുസരിച്ച് 12% വളർച്ചയാണ് പാർട്ടിക്ക് മേഖലയിൽ ഉണ്ടായത്. സന്താൽ പർഗാനയിലെ രാജ്മഹൽ, സാരത്, ഗോദ സീറ്റുകളും ബി.ജെ.പിക്ക് നഷ്ടമായി. 2009 മുതൽ ബി.ജെ.പിയുടെ ആനന്ദ്കുമാർ വിജയിച്ചിരുന്ന മണ്ഡലമായിരുന്നു രാജ്മഹൽ. 43,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജെ.എം.എമ്മിന്റെ മുഹമ്മദ് താജുദ്ദീൻ മണ്ഡലം പിടിച്ചെടുത്തത്. സാരഥും ജെ.എം.എമ്മിന് തന്നെയാണ്. ആർ.ജെ.ഡി.യാണ് ഗോത്ര പിടിച്ചെടുത്തത്. മറ്റൊരു ഗോത്ര സംവരണ മണ്ഡലമായ സിയോഗറും ബി.ജെ.പിയിൽ നിന്നും ആർ.ജെ.ഡി. പിടിച്ചെടുത്തു. 2014-ലും 2019-ലും മണ്ഡലം ബി.ജെ.പിയുടെ പക്കലായിരുന്നു. 2014-ലും 2019-ലും കോൺഗ്രസ് ജയിച്ച ജാർമുണ്ടി മണ്ഡലം ബി.ജെ.പി പിടിച്ചെടുത്തിട്ടുണ്ട്. ഗോത്ര ഭൂരിപക്ഷമുള്ള ജാർഖണ്ഡിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം എന്ന പ്രയോഗം വളരെ വ്യാപകമായി ബി.ജെ.പി പടർത്തിയിരുന്നു. ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്ക് പുറമെ ഭൂമി അധീനപ്പെടുത്തൽ, ആദിവാസി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, തദ്ദേശീയമായ ആചാരങ്ങളുടെ ശോഷണം എന്നിവയുമായും വിഷയത്തെ ബന്ധിപ്പിക്കാൻ ബി.ജെ.പി ശ്രമിച്ചു. ഭക്ഷണം മകൾ ഭൂമി എന്നർത്ഥം വരുന്ന റോട്ടി ബേട്ടി മാട്ടി മുദ്രാവാക്യവും ഏകേ തോ സേഫേ മുദ്രാവാക്യവും പാർട്ടി ഇതിനായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ ആയുധങ്ങൾ ബി.ജെ.പിക്ക് നേരെ തന്നെ പ്രയോഗിച്ചായിരുന്നു ജെ.എം.എമ്മിന്റെ പ്രതിരോധം. നുഴഞ്ഞു കയറുന്നവരെ നിയന്ത്രിക്കുന്നത് ബി.ജെ.പി ആണെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ പ്രതിരോധം. സ്വന്തം സംസ്ഥാനങ്ങളിലെ ആദിവാസികളെ സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ബി.ജെ.പി എന്നും പുറത്തുള്ളവരാണ് അവരെന്നും ജെ.എം.എം പ്രചാരണത്തിൽ ആവർത്തിച്ചു. ഇതുകൂടാതെ സന്താൽ പർഗാന മേഖലയെ ജാർഖണ്ഡിൽ നിന്ന് വേർപെടുത്തണമെന്ന് പ്രദേശത്തെ ബി.ജെ.പി എം.പി പറഞ്ഞത് സംസ്ഥാനത്ത് നശിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണെന്നും പ്രചാരണമുണ്ടായി. ബി.ജെ.പിയുടെ നുഴഞ്ഞുകയറ്റ പ്രയോഗം ദേശീയ ഗോത്ര വിഭാഗ കമ്മീഷന്റെ ശ്രദ്ധയിലും പെട്ടു. തുടർന്ന് കമ്മീഷൻ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ട് ബി.ജെ.പിക്ക് തിരിച്ചടിയായി. പരാമർശത്തിനെതിരെ ജെ.എം.എം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് കോടതിയിൽ ഹർജി നൽകുകയും കേന്ദ്രവും സംസ്ഥാന സർക്കാരും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. ജെ.എം.എം വിട്ട് ബി.ജെ.പിയിലേക്ക് ചേരാൻ കാരണം സന്താൽ പർഗാന മേഖലയിലെ കടന്നുകയറ്റത്തെ ജെ.എം.എം മുഖവിലക്കെടുക്കാത്തതാണ് എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറിന്റെയും ലോബിൻ ഹേംബ്രത്തിന്റെയും പ്രതികരണം. 19,000 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മേഖലയിൽ ലോബിൻ ഹേംബ്രം തോറ്റത്. നുഴഞ്ഞുകയറ്റം ആദ്യമേ പ്രയോഗിച്ച ജംതാരയിലും ബി.ജെ.പിക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല. ജെ.എം.എം സ്ഥാപകനായ ഷിബു സോറിന്റെ മരുമകൾ സീതാ മുർമു സോറിനെയാണ് ബി.ജെ.പി മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കോൺഗ്രസിന്റെ ഇർഫാൻ അൻസാരി 43,000 വോട്ടുകൾക്ക് മണ്ഡലം നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പക്കലുണ്ടായിരുന്ന കോൽഹാൻ മണ്ഡലം പിടിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഘാട്സിലയിൽ ചമ്പൈ സോറിന്റെ മകൻ ബാബുലാൽ സോറൻ ദയനീയമായി പരാജയപ്പെട്ടു. മറ്റൊരു ഗോത്രമണ്ഡലമായ പൊട്കയിലും ബി.ജെ.പിക്ക് പരാജയം തന്നെയായിരുന്നു. ജംഷഡ്പൂർ വെസ്റ്റും ഈസ്റ്റും ജയിച്ച ജനതാദളാണ് എൻ.ഡി.എയുടെ നില കുറച്ചെങ്കിലും മെച്ചപ്പെടുത്തിയത്. എന്നാൽ പ്രദേശത്തെ 10 സീറ്റുകൾ നേടി ജെ.എം.എം ഈ വിജയം കൈപ്പേറിയതാക്കി. എന്നും ബി.ജെ.പിക്ക് വോട്ട് കുത്തിയിരുന്ന ഖുന്തി ഇപ്രാവശ്യം ജയിപ്പിച്ചത് ജെ.എം.എമ്മിനെയായിരുന്നു. മണ്ഡലത്തിൽ 5 തവണ എം.എൽ.എ ആയ നീൽകണ്ഠ് സിംഗ് മുണ്ടയെ പരാജയപ്പെടുത്തിയായിരുന്നു ജെ.എം.എമ്മിന്റെ മുന്നേറ്റം. 42,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാംസൂര്യ മുണ്ട് മണ്ഡലത്തിൽ വിജയം കരസ്ഥമാക്കിയത്. 2019-ൽ വിജയിച്ച ടോർപ്പ മണ്ഡലവും ബി.ജെ.പിക്ക് നഷ്ടമായി. രാഞ്ചിയിലും ഫത്തിയയിലും ബി.ജെ.പി തങ്ങളുടെ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. വെറും 1000 വോട്ടുകൾക്കാണ് കങ്കൈ മണ്ഡലം ബി.ജെ.പിക്ക് നഷ്ടമായത്.